Dear friends, coordination കോംപ്ലക്സിലെ ബോണ്ടിങ് തിയറീസാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വാലൻസ് ബോണ്ട് തിയറിയാണ്. വാലൻസ് ബോണ്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് നമുക്ക് ഒരു എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ഇവിടെ എടുക്കുന്നത് കൊബാൾട്ടിൻ്റെ കോംപ്ലക്സ് ആണ്. രണ്ട് കൊബാൾട്ട് കോംപ്ലക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. CONH3 6 times 3 plus and COF6 3 minus. Central metal in both cases cobalt in the 3 plus oxidation state. NH3 is a neutral ligand, therefore cobalt NH3 6 times complex ion is having the positive charge of the central metal ion, that is 3 plus. In this case F minus is a negative ligand, so 6 F minus brings 6 negative charges, so the 3 plus is cancelled and 3 negative charge results, so that is the charge of COF6 3 minus ion. In both cases the central metal ion is CO3 plus. So we have to consider the electron configuration of CO3 plus. As you know, CO belongs to the 3D transition series and its atomic number is 27, and the configuration is 3D, outer configuration is 3D7 4s2. ഇത് നമ്മൾ കണ്ടതാണ്. CO3 പ്ലസ് ഫോം ചെയ്യുമ്പോഴേക്കും ഇതിൽ നിന്ന് എസിലെ 2 ഇലക്ട്രോണും ഡിയിലെ 1 ഇലക്ട്രോണും കൂടി അയണൈസ് ചെയ്ത് പോയിട്ട് ബാക്കി 24 എന്നുള്ളൊരു ഇലക്ട്രോൺ നമ്പറാണ് കൊബാൾട്ട് 3 പ്ലസിനുള്ളത്. ഈ 24 ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ടർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3D6 ആവും. അപ്പോൾ വാലൻസ് ബോണ്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഈ 3D ഓർബിറ്റിലെ 6 ഇലക്ട്രോൺസ് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. So cobalt atom in the ground state of cobalt atom, 6 electrons are filled in the 3D orbital. First of all, Hund's rule is obeyed and 1, 2, 3, 4, 5 electrons are filled. After that pairing takes place. So one 3D orbital is having a pair of electrons and the 4 other orbitals are singly occupied. Now the cobalt 3 plus have 4s, 4p and 4d orbitals available free or it is vacant for accepting electron pairs from the ligands. So what happens in cobalt NH3 6 times 3 plus ion? So we can consider CONH3 6 times 3 plus ion. What happens is there are 4 unpaired electrons and 6 ligands. 6 ligands require 6 vacant orbitals. So these vacant orbitals can be provided by the 4s, 1 4s orbital, 3 4p orbitals and 2 4d orbitals, or 1s, 3p orbitals and 2d orbitals. If these orbitals are utilized, valence bond theory suggests that there is a hybridization process. These 6 orbitals hybridize. So this type of hybridization results in sp3d2. So sp3d2 hybridized orbitals are equivalent. നമ്മൾ ഫിഗറിൽ ഇതിങ്ങനെ വേർതിരിച്ച് കാണിക്കുന്നെങ്കിലും sp3d2 ഹൈബ്രിഡൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓറിയൻറ്റേഷൻ ഒരു റെഗുലർ ഒക്ടാഹെഡ്രൽ സ്ട്രക്ചറിലായിരിക്കും. അറിയാം, ഇവിടെ ഒരു sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇവിടെയും അതുപോലെ അങ്ങനെ ഒരു സ്ക്വയറിൻ്റെ കോർണേഴ്സിലേക്കും അതുപോലെ തന്നെ അപ്പെക്സ് മുകളിലേക്കും താഴേക്കും 6 ഓർബിറ്റൽ റെഗുലറായിട്ട് ഓറിയൻറ്റ് ചെയ്തിട്ടാണ് ഒക്ടാഹെഡ്രൽ ഹൈബ്രിഡൈസേഷൻ, ഒക്ടാഹെഡ്രൽ ജോമെട്രി ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് അമോണിയ ആണ് ലിഗാൻഡ്.
എങ്കിൽ കൊബോൾട്ട് അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഇവിടെ കൊബോൾട്ട് ഈസ് ടേക്കൺ ആസ് ദി ഹോസ്റ്റ്. കൊബാൾട്ടാണ് നമുക്ക് ഹോസ്റ്റായിട്ട് എടുക്കാവുന്നത്. അമോണിയ ഗസ്റ്റാണ്. അപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ കൊബാൾട്ടിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ ഔട്ട് ഹൗസിൽ താമസിക്കാൻ സ്ഥലം കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ റൂംസ് തന്നെ അവൈലബിൾ ആക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ അമോണിയ ഇത് നമ്മൾ വരുന്ന ലിഗാൻഡിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചാണ്, ലിഗാൻഡിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് ഈ ഔട്ടർ ഡി ഓർബിറ്റിലാണോ അതോ ഇന്നർ ഡി ഓർബിറ്റിലാണോ കൊബോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അമോണിയയുടെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൽ ഇന്നർ കോംപ്ലക്സ് ആണോ ഔട്ടർ കോംപ്ലക്സ് ആണോ എന്നറിയുന്നത്? ഈ കോംപ്ലക്സിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി സ്റ്റഡി ചെയ്യുമ്പോൾ CONS3 6 ടൈംസ് എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആണ്. ദാറ്റ് മീൻസ് അതിനകത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പം ദർ ഇസ് നോ അൺപെയർഡ് ഇലക്ട്രോൺ. ലിഗാൻസ്, അമോണിയ ലിഗാൻസ് എല്ലാം തന്നെ ഇലക്ട്രോൺ പെയർ ഡോണറാണ്. നൈട്രജൻ്റെ ലോൺ പെയർ ആണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇലക്ട്രോൺ പെയർഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒരിക്കലും അത് എപ്പോഴും ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, അവിടെ പെയർഡാണ്. അപ്പോൾ ഇവിടെയും CONS3 6 ടൈംസിലും നമുക്ക് എന്ത് വേണം? പെയർഡ് ഇലക്ട്രോൺസ് വേണം. അപ്പോൾ പെയർഡ് ഇലക്ട്രോൺ വേണമെങ്കിൽ ഇവിടെ ഓൾറെഡി കൊബോൾട്ടിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് പെയറപ്പ് ചെയ്യണം. അപ്പോൾ അമോണിയയുടെ പ്രസൻസിൽ ഈ ഇലക്ട്രോൺസ് ഇൻറ്റേർണൽ പെയറിങ് നടത്തും. അപ്പം അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഈ രീതിയിലാകും. അങ്ങനെ 2 ഡി ഓർബിറ്റിൽ, ഇവിടെ നിന്ന് 2 ഡി ഓർബിറ്റിലും 4s ഓർബിറ്റിലും 4p ഓർബിറ്റിലും ഹൈബ്രിഡൈസേഷന് തിരഞ്ഞെടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കുക? ഇവിടെ D2sp3 ഹൈബ്രിഡൈസേഷനാണ് നടക്കുക. അപ്പം 2 ഇന്നർ ഡി ഓർബിറ്റിലും 1 4s ഓർബിറ്റിലും 3 p ഓർബിറ്റിലും ചേർന്നിട്ട് ഇന്നർ ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഈ തരത്തിലാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഇന്നർ ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷൻ, ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് തന്നെ പറയും. നേരത്തെ നമ്മൾ പറഞ്ഞത് sp3d2 ആണ്. അതിൻ്റെ കേസ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം. sp3d2 ആണെങ്കിൽ ചില ലിഗാൻസ് വരുമ്പോഴത്തേക്ക് ഔട്ട് ഹൗസിൽ ഈ 4Dയിൽ പോയാൽ മതി, 3Dയിലോട്ട് വരേണ്ട 4Dയിലോട്ട് പോയാൽ മതി എന്ന് കൊബോൾട്ട് നിശ്ചയിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ അൺപെയർഡ് ഇലക്ട്രോൺസിനെ അഫക്റ്റ് ചെയ്യാതെ ലിഗാൻഡ് ഇലക്ട്രോൺസ് ഔട്ടർ ഡി ഓർബിറ്റിൽ 2 എണ്ണം എടുത്തുകൊണ്ട് അവിടെ sp3d2 ഹൈബ്രിഡൈസേഷൻ നടക്കും. നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്ത കൊബോൾട്ട് NH3 6 ടൈംസ് 3+ലാണെങ്കിൽ അമോണിയ ഈസ് സോ സ്ട്രോങ് ദാറ്റ് ദർ ഇസ് internal pairing takes place and the inner d orbitals are made available. അത് മനസ്സിലായത് അതിൻ്റെ ഡയാമാഗ്നറ്റിക് ബിഹേവിയർ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അമോണിയയുടെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യും. ഇങ്ങനെ 6 പെയർ ഇലക്ട്രോൺസ് അവിടെ ഫില്ല് ചെയ്യുകയും നമുക്ക് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. ഇവിടെ എല്ലാ സ്പിന്നും പെയർഡാണ്. അതുകൊണ്ട് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സിന് മറ്റൊരു പേര് സ്പിൻ പെയർഡാണ്. ഇവിടെ കംപ്ലീറ്റ് പെയറിങ് ഉള്ളത് കൊണ്ടാണ് സ്പിൻ പെയർഡ്. ചില കേസിൽ ചിലപ്പോൾ ഒരു ഇലക്ട്രോണൊക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ 5 ഇലക്ട്രോൺ ആയിരുന്നെങ്കിൽ അത് ഇൻറ്റേർണൽ പെയറിങ് നടക്കുമ്പോൾ എന്തായാലും 1 ഇലക്ട്രോൺ അധികം വരും. അങ്ങനെ വരുമ്പോൾ കമ്പാരിറ്റീവ്ലി 5 ഇലക്ട്രോണും ഫ്രീ ആയിട്ട് നിൽക്കുന്നതിന് പകരം ഒരു ഇൻറ്റേർണൽ പെയറിങ്ങിൽ അതിൻ്റെ ഇലക്ട്രോൺ സ്പിന്ന് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ സ്പിൻ പെയർഡ് അല്ലെങ്കിൽ ലോ സ്പിൻ കോംപ്ലക്സസ് എന്നും പറയും. അടുത്തതായിട്ട് നമ്മൾ COF6 3- കൺസിഡർ ചെയ്യുന്നത്. COF6 3- വരുമ്പോഴേക്കും ഈ ഫ്ലൂറൈഡ് ലിഗാൻഡ് അമോണിയ ലിഗാൻഡിനെ പോലെ അത്ര സ്ട്രോങ് അല്ല. ഇത് പ്രത്യേകം ഇതിൻ്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഉണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിവേ ഈ കേസിൽ എന്തുകൊണ്ടെന്നാൽ COF6- പാരാമാഗ്നറ്റിക് ആണ്.
അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനകത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? കൊബാൾട്ടിൻ്റെ ഈ 4 ഇലക്ട്രോൺസിനെയും ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ 6F- ഔട്ടർ ഓർബിറ്റിലേക്കാണ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കോൺഫിഗറേഷൻ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ റീറ്റെയിൻ ചെയ്യുകയും ഇവിടെ നമുക്ക് കൊബോൾട്ടിൻ്റെ ഫ്ലൂറൈഡിൻ്റെ ലിഗാൻസിനെ ഫ്ലൂറൈഡിൻ്റെ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാം. അങ്ങനെ ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ sp3d2 ഹൈബ്രിഡൈസേഷൻ വരുന്നത്. ഈ sp3d2 ഇവിടെ സ്പിൻ ഫ്രീ ആണ്, അല്ലെങ്കിൽ ഹൈ സ്പിൻ ആണ്, അല്ലെങ്കിൽ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. ഇതിനെ നമുക്ക് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നും അല്ലെങ്കിൽ സ്പിൻ ഫ്രീ കോംപ്ലക്സ് എന്നും അതുമല്ലെങ്കിൽ ഹൈ സ്പിൻ കോംപ്ലക്സ് എന്നും പറയാൻ പറ്റും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടെ വാലൻസ് ബോണ്ട് തിയറി എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? എത്ര ലിഗാൻഡ്സ് ഉണ്ടോ അത്രയും ലിഗാൻഡ്സിൻ്റെ ഇലക്ട്രോൺ പെയർ അക്കോമഡേറ്റ് ചെയ്യാനുള്ള വേക്കൻറ്റ് ഓർബിറ്റൽസിനെ സെൻട്രൽ മെറ്റൽ പ്രൊവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ മെറ്റലിൻ്റെ ഈ വേക്കൻറ്റ് ഓർബിറ്റൽ ഡിഫറെൻ്റ് എനർജിയാണ് ഉള്ളത്. അതുകൊണ്ട് അതിനെ ഈക്വലൈസ് ചെയ്യാനായിട്ട് അതൊരു ഹൈബ്രിഡൈസേഷൻ പ്രോസസ്സ് നടത്തുന്നു. ഹൈബ്രിഡൈസ് ചെയ്ത് കിട്ടുന്ന ഇക്വലൻ്റ് ഓർബിറ്റൽസിന് ഒരു സ്പെസിഫിക് ജോമെട്രി ഉണ്ടായിരിക്കും. ആ ജോമെട്രിയിൽ അവിടെയുള്ള ലോബ്സിൽ ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ ലോബുമായിട്ട് ലിഗാൻഡ് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്ത് സിഗ്മ ബോണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പം ഈ ഓർബിറ്റൽ ഒന്ന് പ്രൊവൈഡിങ് റിക്വയർഡ് നമ്പർ ഓഫ് വേക്കൻറ്റ് ഓർബിറ്റൽസ്. സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈക്വലൈസേഷൻ ഓഫ് ദീസ് ഓർബിറ്റൽസ് ബൈ ദ പ്രോസസ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. തേർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞ് മെറ്റൽ ഓർബിറ്റൽസ് ആൻഡ് ലിഗാൻഡ് ഓർബിറ്റൽസ് ഓവർലാപ്പ് ടു ഫോം മെറ്റൽ ലിഗാൻഡ് ബോണ്ട്സ്. ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിൽ ലിഗാൻഡിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് ഇൻറ്റേർണൽ പെയറിങ് നടക്കും, അല്ലെങ്കിൽ ഔട്ടർ ഓർബിറ്റൽ ഉപയോഗിക്കും. ഇൻറ്റേർണൽ പെയറിങ് നടക്കുവാണെങ്കിൽ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ് ഉണ്ടാകുന്നത്. കാരണം ഇന്നർ ഓർബിറ്റൽസ് അവൈലബിൾ ആകും ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ അത് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും. അവിടെ സ്പിൻ കുറവായതുകൊണ്ടും അല്ലെങ്കിൽ സ്പിൻ പെയർഡ് ആയതുകൊണ്ടും സ്പിൻ പെയർഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ ലോ സ്പിൻ കോംപ്ലക്സ് എന്ന് പേര് വരും. മറ്റ് ചില കോംപ്ലക്സിൽ ലിഗാൻഡ്സ് ഈസ് നോട്ട് സോ സ്ട്രോങ് ദാറ്റ് ദർ ഇസ് നോ ഇൻറ്റേർണൽ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഇൻ ദാറ്റ് കേസ് വാട്ട് ഹാപ്പൻസ് ഈസ് ദി ഔട്ടർ d orbital is utilized for hybridization, and the hybridization is sp3d2, and the complex formed will be outer orbital complex. It will be spin free. There will be free spin, or unpaired electrons, much unpaired electrons, and or it is very high spin. The other case it will be low spin, and in this case it is high spin complexes. ഇതാണ് ബാലൻസ് ബോണ്ട് തിയറിയുടെ എക്സ്പ്ലനേഷൻ. ഇനി sp3d2 ആണെങ്കിലും d2 sp3 ആണെങ്കിലും, ദിസ് ഈസ് sp3d2, ഇത് d2 sp3. ഈ രണ്ട് കേസിലും കോംപ്ലക്സിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.